അതേസമയം കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പരസ്യമായി പിന്തുണച്ച CPM ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സൈനിക നടപടിയെ CPM അപലപിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സുരക്ഷാസേന ഛത്തീസ്ഗഡിലെ ബസ്തറിൽ നടത്തിയ ഭീകരവേട്ടയിൽ 27 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് വധിച്ചത്. നിരോധിത ഭീകര സംഘടന CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ബസവരാജുവും കൊല്ലപ്പെട്ട ഭീകരരിൽ ഉൾപ്പെടുന്നു. ഈ സൈനിക നടപടിയെ അപലപിച്ചാണ് CPIM-ന്റെ അഖിലേന്ത്യാ നേതൃത്വം രംഗത്തെത്തിയത്. കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും തയ്യാറാകണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ നടക്കുന്ന സൈനിക നടപടിക്കെതിരെ CPM മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ ലേഖനവും വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് സാധാരണക്കാരെയും സൈനികരെയും ഇതിനകം മാവോയിസ്റ്റുകളും നക്സലുകളും കൊലപ്പെടുത്തി കഴിഞ്ഞു. സായുധ വിപ്ലവത്തിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് രാജ്യത്ത് അധികാരം പിടിക്കുകയാണ് മാവോയിസ്റ്റുകളുടെ ലക്ഷ്യം. രാജ്യത്തിന് ആപത്തായ നക്സലുകളെയും മാവോയിസ്റ്റുകളെയും വെള്ളപൂശി CPIM മുൻപും രംഗത്ത് വന്നിട്ടുണ്ട്. അടുത്ത വർഷം മാർച്ചോടെ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. ജനം, ഡൽഹി.